പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിപ്പോൾ ചൂരൽമല മുണ്ടക്കയം ദുരന്തമുണ്ടായ അതിൻ്റെ 2 തലെടുക്കുമ്പോൾ മധ്യത്തിലല്ലേ, ഏകദേശം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ വന്ന പാറകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പാറക്കെട്ട് കാണിച്ചു കൊടുക്കുക. ഈ പാറക്കെട്ടുകൾ ശബ്ദമില്ലേ, ഈ പാറക്കെട്ടുകൾ വെള്ളത്തിൽ ഒലിച്ചു വന്നതാണ് എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ഒരാൾ വിശ്വസിക്കില്ല. അത്രയും വലിയ പാറകളാണ് വന്ന് അടങ്ങി വെച്ചത്. നമ്മൾ വിചാരിക്കും ഇതിവിടെ ആദ്യം ഉള്ളതാണെന്ന് മനസ്സിലാവും ചിലവർക്ക്. അല്ല, ഇത് ഈ വെള്ളത്തിൽ ഒലിച്ചു വന്ന പാറകളാണ്. അപ്പുറത്ത് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് മുണ്ടക്കയത്തു നിന്ന് വെള്ളം വന്നിട്ടുള്ളത്. ഇനി അപ്പുറത്തേക്ക് ചുരുൾമലയൊക്കെ അങ്ങോട്ട് നീണ്ടു കൊടുക്കുകയാണ് കിലോമീറ്റർ. കല്ലുകൾ, ഈ പാറകൾ നിറഞ്ഞു കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാവരോടും പറയാനുള്ള എന്താ അറിയോ, നിങ്ങൾ എവിടേക്കെങ്കിലൊക്കെ ടൂറും സിയാറത്തൊക്കെ പോവുകയാണെങ്കിൽ, നമ്മൾ പണ്ട് നൂഹ് നബിൻ്റെ കാലത്ത് പ്രളയം ഉണ്ടായത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല മൂസാ നബിൻ്റെ കാലത്തുണ്ടായ അല്ലാഹു തആല അവർക്ക് കൊടുത്ത ശിക്ഷകൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമോ എന്നൊരു തോന്നൽ ചിലവർക്ക് ഉണ്ടാവും. പിൽക്കാലത്ത് ഇനി നമ്മൾ ഇതൊക്കെ ഇത്രയും വലിയ പാറകളൊക്കെ വെള്ളത്തിൽ വന്നതാന്ന് പറയുമ്പോൾ അത് അവിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ നേരെ കണ്ടാൽ അള്ളാഹു ഒരാൾക്ക്, ഒരു സമുദായത്തിന്, ഒരു നാട്ടിന് ഒരു ദുരന്തം തരണം വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് കൊടുത്തതാണ് ഇതെല്ലാം. ഇതിവിടെ അന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒറ്റ വീഡിയോയിലും നമ്മൾ കണ്ടതിൽ നിന്ന് ഈ ഭീകരത മനസ്സിലാവില്ല. ഇതിൻ്റെ ഭീകരത എത്ര ഉണ്ടെന്ന് മനസ്സിലാണെങ്കിൽ ഇവിടെ വന്ന് കാണണം. ഇവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ നീങ്ങിയതിൻ്റെ ശേഷം എല്ലാവരും ഇവിടെ വന്ന് കാണണം. എന്നാലും അള്ളാഹുവിൻ്റെ അജായിബുകൾ നമുക്ക് മനസ്സിലാക്കാൻ മാത്രമുണ്ട്. പാറയാണ് നമ്മളിത് മനസ്സിലാക്കണത്. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയാലും ഇതിൻ്റെ വീതി അറിയുള്ളൂ. ഇതൊക്കെ വെള്ളത്തിൽ ഉരുണ്ട് വരിക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ഇല്ല, ഒരിക്കലും മനസ്സിലാവില്ല. കണ്ട് ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. വന്നിട്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് എത്തുന്നില്ല. വലിയ വലിപ്പമാണ്. നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയാൽ അവിടെ പോകാൻ കഴിയൂല അല്ലേ? ഇങ്ങനത്തെ എത്രയോ കല്ലുകൾ ഇവിടെ ഉണ്ട്. ഇത് വെള്ളത്തിൽ ഒഴിച്ച് വന്നെന്ന് പറഞ്ഞാൽ പിൽക്കാലത്തെ ഒരാൾക്ക് കാണിച്ചു കൊടുത്ത് വിശ്വസിക്കില്ല കേട്ടോ. ഇപ്പം അത് നമ്മൾ വന്ന് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. അല്ലാതെ നടന്ന് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു മൂലൊക്കെ നിൽക്കാനേ കഴിയുള്ളൂ. ഇങ്ങനെ എത്ര കല്ലവിടെ കിടക്കണ ഇതൊക്കെ ഒഴിച്ച് വന്നെന്ന് പറയണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാനാവില്ലല്ലേ. ഈ സ്ഥലം നിർത്താം. ആ പാറൻ്റെ വലിപ്പം എന്നറിയാനേ. ഓ പുറത്ത് വന്ന എന്താ ഇത് ഒലിച്ചു വരണമെങ്കിൽ വെള്ളത്തിന് ശക്തി എത്രയാണല്ലേ. ഞാൻ നേരത്തെ നിന്ന ഭാഗം അപ്പുറത്താണ്. ഇങ്ങനെ ഒരു മല ഒലിച്ചു വന്ന് അല്ലേ? എന്താ ആ കിടക്കുന്നു ഒന്ന്